നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ ലംഘനമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ADGP S. ശ്രീജിത്ത് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറാൻ പോകുന്നത്. പമ്പ പോലീസ് സ്വമേധയാ കേസെടുത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതീവ സുരക്ഷാ മേഖലയാണ് ശബരിമല. ആ ഒരു സുരക്ഷാ മേഖല ആയിട്ടുള്ള അവിടെ VVIPകളുടെ ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ പോലും മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന് മുകളിലെത്തിയത്. ഇതിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അല്ലേ, അങ്ങനെ പറന്നാൽ തന്നെ എന്താണ് പ്രശ്നം, എന്ത് സുരക്ഷാ പ്രശ്നമാണ് വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് VVIP ഹെലികോപ്റ്ററുകളാണെങ്കിലും കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകളാണെങ്കിലൊക്കെ തന്നെ 2024 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിലയ്ക്കൽ, പമ്പ, സന്നിധാനം മേഖലകളിൽ ആകാശ നിരീക്ഷണത്തിന് കേരള പോലീസിന് മാത്രമാണ് അനുമതിയുള്ളത്. മറ്റേതെങ്കിലും ഏജൻസിക്ക് ഇതിന് അനുമതി വേണമെങ്കിൽ DGPയെ മുൻകൂട്ടി അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. അതായത് മറ്റേതെങ്കിലും ഇത്തരത്തിൽ VVIP ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ വരികയാണെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം. എന്നാൽ ഇവിടെ DGPയോ ശബരിമലയുടെ ചുമതലയുള്ള ADGP S. ശ്രീജിത്തോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. സംഭവത്തെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ADGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സന്നിധാനത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പരിഭ്രാന്തി പരത്തി കോസ്റ്റ് ഗാർഡിന്റെ CG-821 ഹെലികോപ്റ്റർ എത്തിയത്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തു നിന്ന് പറന്നെത്തിയ ഹെലികോപ്റ്റർ ആദ്യം വട്ടമിട്ട ശേഷം രണ്ടാമത്തെ വരവിൽ കൊടിമരത്തിന് തൊട്ടു മുകളിൽ 10 മീറ്ററോളം മാത്രം ഉയരത്തിൽ 10 സെക്കൻഡോളം നിശ്ചലമായി നിന്നു എന്നുള്ളത് കൂടിയാണ് ദുരൂഹത ഉയർത്തുന്നത്. കാരണം വെറുതെ സന്നിധാനത്തിന് മുകളിലൂടെ പറക്കുക മാത്രമല്ല, കൊടിമരത്തിന് വളരെ കുറച്ച് അകലെ മാത്രം ആ ഹെലികോപ്റ്റർ കുറച്ച് നേരം, ഈ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് നേരത്തോളം അവിടെ നിശ്ചലമായി നിന്നു. അത് എന്തിനെ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 3 സേനാംഗങ്ങളിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ശ്രീകോവിലിൻ്റെയും പരിസരത്തിൻ്റെയും വീഡിയോ പകർത്തിയതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതും എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. സേനാംഗങ്ങളാണ്, പക്ഷേ എന്നിരുന്നാലും ആ അതീവ സുരക്ഷാ മേഖലയിൽ അത്തരത്തിലുള്ള ചിത്രീകരണമൊന്നും പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നിലനിൽക്കെ എന്തിനത്തരത്തിൽ ചെയ്തു, ആ ചോദ്യം കൂടി വരുന്നുണ്ട്. കാലാവസ്ഥ മോശമായതിനാലാണ് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലെത്തിയതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രാഥമിക വിശദീകരണം. കൊച്ചിയിൽ നിന്നും തെക്ക് ദിശയിലേക്ക് സാധാരണ നടത്തുന്ന പരിശീലന പറക്കലിനിടെ ആകാശം മേഘാവൃതമായപ്പോൾ ദിശ തെറ്റിയതാണെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വാദം ADGPയുടെ റിപ്പോർട്ടിൽ തള്ളുകയാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലുള്ള ശബരിമലയിൽ തീരസംരക്ഷണ സേന നിരീക്ഷണം നടത്തേണ്ട സാഹചര്യമില്ല. ദൃശ്യങ്ങൾ പകർത്താനായി ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത് ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അന്നത്തെ റിപ്പോർട്ട് പരിശോധിക്കണം. പൈലറ്റുമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും എയർ ട്രാഫിക് കൺട്രോൾ വിവരങ്ങൾ ശേഖരിക്കുകയും വേണം. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനൊപ്പം ADGP നൽകുന്ന റിപ്പോർട്ടും കോടതി പരിഗണിക്കും. പമ്പ പോലീസ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോണുകൾക്ക് പോലും വിലക്കുള്ള സാഹചര്യത്തിൽ നടന്ന ഈ ആകാശ കയറ്റം വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികൾക്കും വഴിവെക്കും. സംഭവത്തിൽ പമ്പ പോലീസ് സ്വമേധയാ കേസെടുത്തു. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. 10 സെക്കൻഡ് ക്ഷേത്രത്തിന് മുകളിൽ നിശ്ചലമായി നിന്നു, വീഡിയോ എടുത്തു. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പൈലറ്റ് അടക്കം 3 കോസ്റ്റ് ഗാർഡ് സേനാംഗങ്ങളുമായി ഹെലികോപ്റ്റർ എത്തിയത്. ആദ്യം വട്ടമിട്ട ശേഷം രണ്ടാമത്തെ വരവിൽ കൊടിമരത്തിന് 10 മീറ്ററോളം ഉയരത്തിലാണ് 10 സെക്കൻഡോളം നിശ്ചലമായി നിന്നിരിക്കുന്നത്. പിന്നിലിരുന്നയാൾ മൊബൈലിൽ ക്ഷേത്രത്തിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തു. സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത് കാലാവസ്ഥ മോശമായതിനാലാണെന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. കാലാവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ കൊച്ചിയിലേക്ക് തിരികെ പറന്നെത്തിയെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. CG-821 ഹെലികോപ്റ്റർ സാധാരണ ഉണ്ടാകാറുള്ള പരിശീലന പറക്കലിനിടെയാണ് ശബരിമലയിൽ എത്തിയതെന്നാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ കൊച്ചിയിൽ നിന്ന് തെക്ക് ദിശയിൽ 60 മുതൽ 80 മൈൽ വരെ പരിശീലന പറക്കൽ നടത്താറുണ്ട്. 6000 അടി ഉയരത്തിലാണ് കഴിഞ്ഞ ദിവസം പറന്നത്. എന്നാൽ വ്യാഴാഴ്ച ഉച്ചയോടെ കാലാവസ്ഥ മോശമായി. ആകാശം മേഘാവൃതമായതോടെ ഹെലികോപ്റ്ററിന്റെ ദിശ മാറി
അങ്ങനെയാണ് സന്നിധാനത്തിന് മുകളിലെത്തിയത്. ഹെലികോപ്റ്ററിന്റെ സഞ്ചാരം റഡാർ സംവിധാനത്തിലായിരുന്നില്ലെന്നും കോസ്റ്റ് ഗാർഡ് പറയുന്നു. 30 സെക്കൻഡ് സമയം സന്നിധാനത്തിന് സമീപം ഹെലികോപ്റ്റർ പറന്നു. ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തുകൂടി താഴ്ന്നു പറന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ പറക്കൽ നടത്താറുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഹെലികോപ്റ്റർ എത്തിയതെന്നും പ്രതിരോധ വകുപ്പിന്റെ കൊച്ചിയിലെ PRO വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയുടെ സുരക്ഷയുള്ള DGPക്ക് അടക്കം കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പറയുന്നത് പോലെ അന്തരീക്ഷത്തിൽ കാലാവസ്ഥ മോശമായതിനാലാണോ ഇത്തരത്തിൽ താഴ്ന്നു പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ തന്നെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തിന്? അത്തരത്തിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയില്ല. അപ്പോൾ അത് എന്തിനെന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ഡ്രോൺ പറന്നതും വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ചും അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്.